നോക്കിയില്ല, ഞാൻ ഉടമ്പടി എടുത്തു. അവിടെ നിന്നായിരുന്നു പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി 9ാമത്തെ ദിവസം ഒരു സ്ഥലത്തിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കുകയാണ്. ആ സ്ഥലം എന്ന് പറയുന്നത് 2018 4 സെന്റ് ദൈവം എന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തപ്പോൾ 2022 എനിക്ക് 8 സെന്റായി തിരിച്ചു തന്നു. അന്ന് എന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയത് ഒരു ലേഔട്ടിന് ഉള്ളിൽ ഒരു 4 സെന്റ് സ്ഥലമാണെങ്കിൽ ഇന്ന് ദൈവം എനിക്ക് തന്നത് മെയിൻ റോഡിൽ കോർണർ സൈറ്റ്, 2 സൈഡിലും റോഡ്, ഇന്നൊരു സൈഡിൽ വീടാണ്. ആ വീട് ഞങ്ങളുടെ വീടിനേക്കാളും താഴെയാണ്. ഇന്നൊരു സൈഡിൽ വലിയ മതില്. അതായത് എനിക്ക് 4 സൈഡിലും ഒരു ശല്യവുമില്ല. എനിക്ക് എത്ര ഉച്ചത്തിൽ വേണമെങ്കിലും നിന്ന് സ്തുതിക്കാം, എന്റെ ദൈവമായിട്ട് എത്ര ഉച്ചത്തിൽ വേണമെങ്കിലും സംസാരിക്കാം. ഞാൻ ആഗ്രഹിച്ചതുപോലെ ദൈവം എനിക്ക് തന്നു. ഇന്നൊന്നും പറയുന്നത് അന്ന് ഞാൻ കണ്ടിരുന്ന 4 സെന്റിൽ നിന്ന് എനിക്ക് ചർച്ചിലോട്ട് നോക്കിയാൽ കുരിശിയെ കാണത്തുള്ളൂ. ഇന്ന് ഞാൻ വീട് വെച്ചിരിക്കുന്ന സൈറ്റിൽ നിന്ന് ഏത് മൂലയിൽ നിന്ന് നോക്കിയാലും ചർച്ച് മുഴുവനായിട്ട് കാണാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ ഹെവൻ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ദൈവം ഞങ്ങൾക്ക് തന്നെ സ്വർഗ്ഗമാണത്. അത് ഞങ്ങൾ വീട് പണി തുടങ്ങി രജിസ്ട്രേഷനായി. കഴിഞ്ഞ വർഷം 2024 ജാൻ 9 സ്റ്റാർട്ട് ചെയ്തത്. വിത്തിൻ 10 months അതേ ഇയർ തന്നെ നവംബർ 16 കഴിഞ്ഞ നവംബർ 16 ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഒരു തടസ്സവും ഇല്ലാതെ ഞങ്ങളുടെ വീട് പണി നടന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ വലിയൊരു ഇതുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്ലാൻ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് കൊണ്ട് സ്ഥലം വാങ്ങണം, പുള്ളിക്കാരൻ ലെക്ചർ ആയതുകൊണ്ട് ലോൺ കിട്ടും, ആ ലോൺ കൊണ്ട് വീട് വെക്കണം. പക്ഷേ ദൈവം അവിടെ വലിയൊരു പരീക്ഷ ഞങ്ങൾക്ക് തന്നു. കാരണം ദൈവത്തിന് അറിയാം അങ്ങനെ ചെയ്താൽ ഭാവിയിൽ എന്തായാലും നീ ചോദിക്കും ഇവിടെ എന്റെ റോൾ എന്തായിരുന്നു. അതുകൊണ്ട് ദൈവം ഞങ്ങളോട് ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയും അതിന്റെ ഇരട്ടി പൈസ ഞങ്ങൾക്ക് സ്ഥലത്തിന് കൊടുക്കേണ്ടതായി വന്നു. അതായത് കയ്യിലുണ്ടായിരുന്ന പൈസയും ലോണിന്റെ പകുതിയും ഒരു സ്ഥലത്തിനായിട്ട് ഞങ്ങൾ നിക്ഷേപിച്ചു. ഇനി വീട് പണി പൂർത്തിയാക്കാൻ പൈസ ഇല്ല, സ്ട്രക്ചർ വർക്ക് വരെ പോകും. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു പോണോ വേണ്ടയോ? ഒറ്റ കാര്യമുള്ള ദൈവമേ, ഞാൻ പണി തുടങ്ങുകയാണെങ്കിൽ അത് എത്രാമത്തെ മാസം കഴിയുന്നു ആ മാസം വരെ ഒരു ദിവസം പോലും എനിക്ക് പണമില്ല എന്ന പേരിൽ എനിക്ക് പണി നിർത്തി വെക്കാൻ പറ്റരുത്. അങ്ങനെ ഒരു ഉറപ്പ് തരുവാണെങ്കിൽ മാത്രം ഞാൻ വീട് പണി തുടങ്ങാം. ധൈര്യമായിട്ട് ചെയ്തോളാം മാതാവ് എന്നോട് പറഞ്ഞു. അങ്ങനെ ജനുവരിയിൽ പണി തുടങ്ങി, നവംബറിൽ പൂർത്തിയാക്കുമ്പോൾ ഒരു ദിവസം പോലും പൈസ മുടക്കമായിട്ട് എനിക്ക് വന്നിട്ടില്ല. പക്ഷെ അത് എവിടെ നിന്ന് വന്നു ഇപ്പോഴും എനിക്കറിയില്ല. കാരണം സ്ട്രക്ചർ വർക്ക് വരെയുള്ള പൈസ ഞങ്ങളുടെ കൂടെ ഉള്ളൂ. ഞങ്ങൾ ആഴ്ച മുഴുവൻ സമ്പാദിച്ചത് ഒരു സ്ഥലത്തിനായിട്ട് ഞങ്ങൾ നിക്ഷേപിച്ചു. ബാക്കി പണി എവിടെ നിന്ന് വന്നു ഇപ്പൊ ചോദിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തരായി സഹായത്തിനായിട്ട് വന്നു. ഞങ്ങളുടെ ആക്ച്വലി ഹസ്ബൻഡ് ഒരു കോൺവെന്റിലാണ് ജനിച്ചു വളർന്നതല്ല. അപ്പൊ ഞങ്ങൾക്ക് അമ്മമാരെന്ന് പറയുന്ന ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാവരും ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് വന്നു. ഓരോരുത്തരും ഒരുക്കി കൊണ്ടുവന്നു. വിത്തിൻ 10 months നല്ലൊരു ഭവനം നല്ലൊരു കൊട്ടാരം വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം. കാരണം 10 വർഷത്തെ ഞങ്ങളുടെ കാത്തിരിപ്പായിരുന്നു. വലിയൊരു കൊട്ടാരം തന്നെ, 2000 സ്ക്വയർ ഫീറ്റിന്റെ വലിയൊരു വീട് ഞങ്ങൾക്ക് ദൈവം തന്നു. ഇന്ന് ഞങ്ങൾ വീടിന് പേരിട്ടിരിക്കുന്നത് കൃപാസനം എന്നാണ്. കാരണം ആ വീടിന് ആ പേരല്ലാതെ വേറെ ഒന്നും യോജിക്കുന്നില്ല. കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് ഒത്തിരി പ്രാർത്ഥനകൾ, നേർച്ചകൾ, നോമ്പുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിന് വേണ്ടി. പക്ഷേ എനിക്ക് ഉത്തരം തന്നത് ഈ ഭൂമിയിൽ വന്നപ്പോൾ എന്റെ മാതാവാണ് എന്റെ യേശുനാഥനിൽ നിന്ന് അതെനിക്ക് വാങ്ങി തന്നത്. അതിനൊരായിരം നന്ദി പറയുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് 9ാമത്തെ ദിവസം സൈറ്റ് വാങ്ങി അന്ന് തൊട്ട് വീട് പണി കഴിയുന്ന അന്നേ ദിവസം വരെ എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഉപ്പും തൈലും എടുത്ത് ഞങ്ങൾ സൈറ്റിൽ പോകുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആ സൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഉപ്പിൽ കുളിച്ച് നിൽക്കുന്ന ഒരു സൈറ്റാണ്. കാരണം എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കണം, അതായിരുന്നു ഞങ്ങളുടെ ശക്തി. വേറെ ഒന്നും ഞങ്ങൾ സഹായത്തിന് വേറെ ആയാലും ഒന്നുമില്ല. എല്ലാ ദിവസവും തൈലും ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ റൂമിലും ഓരോ ചുമരിലും ഓരോ കല്ലിലും ഉണ്ട് ഇവിടുത്തെ സ്വാധീനം. കാരണം ഉപ്പുണ്ട്, തൈലുണ്ട്, കശുരൂപ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കെട്ടിപ്പണിതെടുത്ത ഒരു കൃപാസനം തന്നെയാണ് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീടിന് കൃപാസനം എന്ന് പേരിട്ടത്. ഞാൻ 1000 നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി അത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അല്ല ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പത്രം ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോഴേ അറിയായിരുന്നു ഏറ്റവും പവർഫുൾ ആയ ഒരു ടൂളാണത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എല്ലാവരും ചെയ്യുന്ന പോലെ വേണ്ട, കുറച്ചും കൂടി എന്തെങ്കിലും ഒരു മാറ്റത്തിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിൽ വരാം, അല്ല കർണാടക കൊടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു 3 കെട്ട് പത്രം വാങ്ങി ഞങ്ങൾ കേരളത്തിൽ വന്ന് എല്ലാ ബസ് സ്റ്റാൻഡുകളിലും കയറി കൊടുത്തു. അത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ നമ്മൾ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന ചേട്ടന്മാരാണ് വെറുതെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അവിടെ കൊടുക്കാം. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആ ടൈമിൽ ഹസ്ബൻഡ് ഒരു കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ നാണം ഉണ്ടോ ഒന്നും നമുക്ക് പരീക്ഷ വെക്കാം. പക്ഷേ ഒരു നാണം ഇല്ലാതെ എല്ലാ പത്രങ്ങളും കൊടുത്തെടുത്തത് ഹസ്ബൻഡാണ്. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റാൻഡുകളിലൊക്കെ ചെന്നു. പിന്നെ ഞങ്ങൾക്ക് തോന്നി രോഗികൾക്ക് കൊടുക്കാം. അപ്പോൾ വെറുതെ എങ്ങനെ കൊടുക്കുന്നത്? അപ്പോൾ ഞങ്ങൾ നാട്ടിൽ സിസ്റ്റേഴ്സിനെ വിളിച്ചു പറഞ്ഞു എന്നെ പാലിറ്റി എന്നൊരു സംഘടനയുണ്ട്. അപ്പോൾ ഞാൻ സിസ്റ്റർ ഞാൻ ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ കർണാടകയിൽ നിന്ന് ഇവിടെ വന്ന് പത്രം വാങ്ങി ഞങ്ങളുടെ കാർ എടുത്തുകൊണ്ട് വന്ന് ഒരു ദിവസം മുഴുവൻ സിസ്റ്ററേയും കൂട്ടി ഞങ്ങളുടെ ഉപ്പും പത്രവും എല്ലാം എടുത്തുകൊണ്ട് എല്ലാ രോഗികളുടെ വീട്ടിലും പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വന്ന ഒരു ദിവസം ഉണ്ടായി. ഞങ്ങൾ ഏറ്റവും സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു.